കേരളം ഒരു മാറ്റത്തിനായി കാത്തിരിക്കുകയാണ്. ആ മാറ്റത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ട് ബി.ജെ.പിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തെ തന്നെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള കരുത്തരായ പോരാളികളെയാണ് ഇത്തവണ ബി.ജെ.പി അണിനിരത്തിയിരിക്കുന്നത്. മുതിർന്ന നേതാക്കളും സെലിബ്രിറ്റികളും ഒരുപോലെ അണിനിരക്കുന്ന ഈ പട്ടിക ബി.ജെ.പിയുടെ കൃത്യമായ ലക്ഷ്യബോധത്തെയാണ് കാണിക്കുന്നത്. ഇത്തവണ കേരളം ആര് ഭരിക്കണമെന്ന് ബി.ജെ.പി തീരുമാനിക്കുമെന്ന് ഉറപ്പിക്കുന്നതാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക. ഈ പട്ടികയിലെ ഏറ്റവും വലിയ കരുത്ത് ബി.ജെ.പിയുടെ ആദർശമുഖവുമായ കുമ്മനം രാജശേഖരനാണ്. ആറന്മുളയുടെ മണ്ണിലേക്ക് കുമ്മനം എത്തുമ്പോൾ അത് കേവലം ഒരു മത്സരമല്ല, മറിച്ച് ആ മണ്ഡലത്തെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ദൗത്യം തന്നെയാണ്. ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിയുന്ന കുമ്മനത്തെ പോലെ ഒരു നേതാവിനെ ലഭിക്കുന്നത് ആറന്മുളയുടെ ഭാഗ്യമാണ്. ആറന്മുളയുടെ വികസനത്തിനും സംസ്കാരത്തിനും വേണ്ടി കുമ്മനത്തെക്കാൾ വലിയൊരു പോരാളി ബി.ജെ.പിക്ക് നൽകാനില്ല. ആറന്മുള ഇത്തവണ കാവി പുതയ്ക്കുമെന്ന ഈ പ്രഖ്യാപനത്തോടെ ഉറപ്പായി കഴിഞ്ഞു. ബി.ജെ.പിയുടെ ഈ പട്ടികയിലെ ഏറ്റവും മാസ്റ്റർ സ്ട്രോക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്നത് കൊല്ലത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. റോബിൻ രാധാകൃഷ്ണൻ കൊല്ലത്ത് ബി.ജെ.പി സ്ഥാനാർത്ഥിയായി എത്തുകയാണ്. മാറ്റം ആഗ്രഹിക്കുന്ന യുവതലമുറയെ കൂടെ കൂട്ടാൻ റോബിനെ പോലെ ഒരാൾ വരുന്നത് വലിയ വിപ്ലവം തന്നെയാണ്. രാഷ്ട്രീയത്തിലെ പഴഞ്ചൻ രീതികൾ മാറ്റി പുതിയ ഊർജത്തോടെ കൊല്ലത്തെ വികസിപ്പിക്കാൻ റോബിന് സാധിക്കുമെന്ന് ബി.ജെ.പി വിശ്വസിക്കുന്നു. കൊല്ലം മണ്ഡലം ഇത്തവണ കേരളത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് ബി.ജെ.പിയുടെ ഈ കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ്. നാട്ടിക മണ്ഡലത്തിന്റെ ഹൃദയമിടിപ്പറഞ്ഞ നേതാവാണ് സി മുകുന്ദൻ. മണ്ഡലത്തിലെ ഓരോ സാധാരണക്കാരന്റെയും പ്രശ്നങ്ങളിൽ നേരിട്ടിടപെടുന്ന, എന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തെ തന്നെ ബി.ജെ.പി വീണ്ടും കളത്തിലിറക്കിയിരിക്കുകയാണ്. ഇത് വിജയം ഉറപ്പിച്ചുകൊണ്ടാണ്. നാട്ടികയുടെ വികസന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന മുകുന്ദൻ ഇത്തവണ അവിടുത്തെ വോട്ടർമാരുടെ പ്രിയങ്കരനായി മാറുമെന്നതിൽ തർക്കമില്ല. ബി.ജെ.പിയുടെ കരുത്തുറ്റ നിരയിലെ ഏറ്റവും വിശ്വസ്തനായ പോരാളികളിൽ ഒരാളാണ് അദ്ദേഹം. നാട്ടികയിൽ താമര വിരിയിക്കാൻ സി മുകുന്ദന്റെ ജനപിന്തുണ മാത്രം മതി. പട്ടിക അവിടെയും അവസാനിക്കുന്നില്ല. ഓരോ മണ്ഡലത്തിലും വിജയം മാത്രം ലക്ഷ്യം വെച്ചാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നത്. എറണാകുളത്ത് PR ശിവശങ്കർ, ഗുരുവായൂരിൽ ഹിന്ദുത്വ നിലപാടുകൾ ഉറക്കെ പറയുന്ന അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, മലപ്പുറത്ത് ജനകീയ മുഖമായ അഡ്വക്കേറ്റ് അശ്വതി ഗുപ്ത കുമാർ എന്നിങ്ങനെ ഓരോ പേരും കൃത്യമായ അളവുകോലുകൾ വെച്ച് തിരഞ്ഞെടുത്തവയാണ്. നാട്ടികയിൽ സിറ്റിംഗ് MLA മുകുന്ദനെ തന്നെ വീണ്ടും പരീക്ഷിച്ച മണ്ഡലം കാക്കാൻ ബി.ജെ.പി സജ്ജമാണ്. ഇതൊരു വിജയ പട്ടികയാണ്, തോൽക്കാൻ മനസ്സില്ലാത്ത പോരാളികളുടെ പട്ടിക. തിരുവനന്തപുരം സെൻട്രലിലും കണ്ണൂരിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ ബി.ജെ.പി മാറ്റിവെച്ചിരിക്കുന്നത് വെറുതെയല്ല. അവിടെ കാത്തുവെച്ചിരിക്കുന്നത് വമ്പൻ സർപ്രൈസുകളാണ്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം കരുത്തരായ സ്ഥാനാർത്ഥികളാകും ഈ മണ്ഡലത്തിലെത്തുക. ആ സസ്പെൻസ് അവസാനിക്കുമ്പോൾ എതിരാളികൾ ഞെട്ടുമെന്ന ഉറപ്പാണ്. പ്രധാനമന്ത്രിയും അമിത്ഷായും നേരിട്ട് പ്ലാൻ ചെയ്യുന്ന ഈ മണ്ഡലങ്ങൾ ബി.ജെ.പിയുടെ കുതിപ്പിന് കരുത്തു പകരും. ഇത് വെറുമൊരു സ്ഥാനാർത്ഥി പട്ടികയല്ല, മറിച്ച് ഡൽഹിയിലെ രാഷ്ട്രീയ ചാണക്യന്മാർ കേരളത്തിന്റെ മണ്ണും മനസ്സും അളന്നു തൂക്കി തയ്യാറാക്കിയ വിജയ ഫോർമുലയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പുറത്തിറങ്ങിയ ഈ രണ്ടാം പട്ടിക കണ്ടതോടെ എതിർ ക്യാമ്പുകളിൽ വിറയൽ തുടങ്ങിക്കഴിഞ്ഞു. കേരളം കാവി പുതയ്ക്കാൻ ഇനി അധികം നാളുകളില്ല എന്ന് വിളിച്ചു പറയുന്ന കരുത്തുറ്റ പോരാളികളാണ് ഇത്തവണ കളത്തിലുള്ളത്. തിരുവനന്തപുരത്തും കണ്ണൂരിലും വരാനിരിക്കുന്ന സർപ്രൈസുകൾക്കൊപ്പം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ പോലെയുള്ള കരുത്തരായ നേതാക്കളുടെ നേതൃത്വവും ബി.ജെ.പിക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. വികസനത്തിന്റെ റിപ്പോർട്ട് കാർഡ് ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് വോട്ട് ചോദിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രവർത്തന ശൈലി കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ പുതിയ നിര സ്ഥാനാർത്ഥികൾ കൂടി അണിനിരക്കുമ്പോൾ കേരളം ഒരു പുതിയ വികസന മാതൃകയിലേക്ക് ചുവടുവെക്കുമെന്ന് ഉറപ്പാണ്. ഇത്തവണ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്തു നിന്നും ജനവിധി തേടുന്നു എന്നതും കെ സുരേന്ദ്രൻ, വി മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ തുടങ്ങിയ അതികായകന്മാർക്കൊപ്പം രണ്ടാം പട്ടികയിലെ കുമ്മനം രാജശേഖറും റോബിൻ രാധാകൃഷ്ണനും ചേരുമ്പോൾ അതൊരു ഉഗ്രൻ കോമ്പിനേഷൻ തന്നെയാകും. ഇവിടെയാണ് ബി.ജെ.പിയുടെ തന്ത്രങ്ങൾ വിജയിക്കുന്നത്. വെറും ഒരു തിരഞ്ഞെടുപ്പ് എന്നതിലുപരി കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും വികസനത്തിനും വേണ്ടി കേന്ദ്രമന്ത്രിയും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട ഈ പോരാട്ടത്തിന് ചുക്കാൻ പിടിക്കുകയാണ്. നേമം മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ജനവിധി തേടുമ്പോൾ അത് തലസ്ഥാന നഗരിയിൽ മാത്രമല്ല, കേരളത്തിലുടനീളം വലിയൊരു ഊർജമാണ് നൽകാൻ പോകുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ വികസന കാഴ്ചപ്പാടുകളും അഴിമതിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ കർക്കശമായ നിലപാടുകളും ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വലിയൊരു കരുത്താണ്.
മോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ ഓരോ വീട്ടിലും എത്തിക്കാൻ പ്രാപ്തിയുള്ള ഒരു ടീമിനെയാണ് അദ്ദേഹം ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത്. LDF-ന്റെയും UDF-ന്റെയും ഒത്തുകളി രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ ഈ കരുത്തരായ നേതാക്കളുടെ സാന്നിധ്യം മാത്രം മതി. കെ സുരേന്ദ്രനും വി മുരളീധരനും കുമ്മനം രാജശേഖരനും അടങ്ങുന്ന ഈ കരുത്തുറ്റ നിരയ്ക്കൊപ്പം റോബിൻ രാധാകൃഷ്ണനെ പോലെയുള്ള നവോത്ഥാന മുഖങ്ങൾ കൂടി ചേരുമ്പോൾ കേരളത്തിൽ താമര വിരിയുക എന്നത് വെറുമൊരു സ്വപ്നമല്ല, അതൊരു യാഥാർത്ഥ്യമായി മാറുകയാണ്. BJP-യുടെ ഈ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ UDF-ഉം LDF-ഉം ശരിക്കുമൊന്ന് ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇത്രയും കരുത്തരായ നേതാക്കളെയും സെലിബ്രിറ്റികളെയും ഒരേ സമയം നേരിടേണ്ടി വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. BJP-യുടെ ഓരോ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കേൾക്കുമ്പോൾ ഇരു മുന്നണികളുടെയും ഉറക്കം നഷ്ടപ്പെടുകയാണ്. കൊല്ലത്ത് റോബിൻ രാധാകൃഷ്ണനെ പോലെ ഒരു യൂത്ത് ഐക്കൺ വരുമ്പോൾ അവിടുത്തെ യുവ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്ന് അവർ ഭയക്കുകയാണ്. ആറന്മുളയിൽ കുമ്മനത്തെ പോലെ ഒരു അതികായകനെ നേരിടാൻ അവർക്ക് പ്രയാസമാണ്. ഇത്രയും കാലം മാറി മാറി ഭരിച്ചവരുടെ അഹങ്കാരം തകർക്കാൻ ഈ കരുത്തരായ BJP സ്ഥാനാർത്ഥികൾക്ക് സാധിക്കുമെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇനി BJP ഒരു അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഒരു വലിയ മാറ്റത്തിനായി കാത്തിരിക്കുകയാണ്. മാറി മാറി ഭരിക്കുന്ന മുന്നണികളുടെ വഞ്ചനയ്ക്കും അഴിമതിക്കും അറുതി വരുത്താൻ അവർ ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തിന്റെ പേര് BJP എന്നാണ്. ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ അത് ഉറപ്പായി കഴിഞ്ഞു. ജനങ്ങളുടെ ആഗ്രഹം തിരിച്ചറിഞ്ഞാണ് BJP ഇത്രയും കരുത്തരായ സ്ഥാനാർത്ഥികളെ ഓരോ മണ്ഡലത്തിലും നിയോഗിച്ചിരിക്കുന്നത്. വികസനത്തിന്റെ നായകൻ രാജീവ് ചന്ദ്രശേഖറും ആദർശത്തിന്റെ മുഖം കുമ്മനം രാജശേഖരനും യുവത്വത്തിന്റെ ആവേശം റോബിൻ രാധാകൃഷ്ണനും ജനകീയ നേതാവ് CC മുകുന്ദനും അണിനിരക്കുന്ന ഈ മഹാസഖ്യം കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു കാവ്യവസന്തം തീർക്കും. സുഹൃത്തുക്കളെ, BJP-യുടെ ഈ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വെറും ഒരു പേരുകളുടെ കൂട്ടമല്ല, അത് കേരളം ഇതുവരെ കാണാത്ത ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ തുടക്കമാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി മാറി മാറി ഭരിച്ച മുന്നണികൾ കേരളത്തെ എവിടെ എത്തിച്ചു എന്ന് നമുക്കറിയാം. അഴിമതിയും തൊഴിലില്ലായ്മയും വികസന മുരടിപ്പും കൊണ്ട് പൊറുതിമുട്ടിയ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഒരു വലിയ മാറ്റത്തിനായി തയ്യാറെടുത്തു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇത്തവണ കേരളം BJP-യെ വിശ്വസിക്കുന്നത്? ഉത്തരം ഒന്നേയുള്ളൂ, അത് മോദി ഗ്യാരണ്ടിയാണ്. കേന്ദ്ര സർക്കാർ നൽകുന്ന വികസന പദ്ധതികൾ അതേപടി കേരളത്തിലെ ഓരോ സാധാരണക്കാരനിലേക്കും എത്തിക്കാൻ BJP സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ടത് അനിവാര്യമാണ്. BJP-യുടെ ഈ പടയൊരുക്കം കണ്ട് നിങ്ങൾ മാറി നിൽക്കരുത്. ഇത് വെറും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിജയമല്ല, മറിച്ച് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ഓരോ മലയാളിയുടെയും പോരാട്ടമാണ്. ഈ തവണ BJP-ക്ക് നൽകുന്ന ഓരോ വോട്ടും കേരളത്തിലെ അഴിമതിക്കെതിരെയുള്ള നിങ്ങളുടെ പ്രതികരണമാണ്. നരേന്ദ്രമോദിയുടെ വികസന ഗ്യാരണ്ടിയും ഈ കരുത്തരായ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തന ശൈലിയും ഒന്നിക്കുമ്പോൾ കേരളത്തിൽ താമര വിരിയുക എന്നത് അനിവാര്യമാണ്. പാലക്കാട് മണ്ഡലത്തിൽ BJP-യുടെ വിജയഗർജനം മുഴങ്ങുകയാണ്. പോരാട്ട വീര്യത്തിന്റെ പര്യായമായ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ പാലക്കാട് നിന്ന് മത്സര രംഗത്തിറങ്ങുകയാണ്. ഇടത് വലത് മുന്നണികളുടെ ഒത്തുകളി രാഷ്ട്രീയം ഇത്തവണ നടക്കില്ല. BJP-യുടെ ഈ ഹെവി വെയിറ്റ് പട്ടിക കണ്ടതോടെ അവർ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. ഓരോ മണ്ഡലത്തിലും BJP ഉയർത്തുന്ന ഈ വെല്ലുവിളി തകർക്കാൻ ആർക്കും കഴിയില്ല. മോദി നൽകുന്ന വികസന ഗ്യാരണ്ടിയും ഈ കരുത്തരായ നേതാക്കളുടെ കഠിനാധ്വാനവും ഒന്നിക്കുമ്പോൾ കേരളത്തിന്റെ മണ്ണിൽ താമര വിരിയുക എന്നത് ഇനിയൊരു സ്വപ്നമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം BJP-യിലൂടെയാണ്. കരുത്തരായ നേതാക്കളുമായി വ്യക്തമായ ലക്ഷ്യങ്ങളുമായി BJP മുന്നേറുകയാണ്. ഈ പടയോട്ടത്തിൽ നിങ്ങൾ ആർക്കൊപ്പമാണ്? കേരളത്തിന്റെ വികസനത്തിന് വോട്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലേ? തീർച്ചയായും ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.